ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേക്ക് വിത്ത് ഷിൻസി. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ആൽഫ്രെഡോ ചിക്കൻ വീൽ. അപ്പോൾ നമുക്കിനിപ്പോൾ നോമ്പ് കാലത്തും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയും അതുപോലെ തന്നെ മൈദ നല്ലപോലെ ഒരു മിക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മളിത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതൊരു തിക്നെസ് ആവുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാലും അതുപോലെ തന്നെ മൈദയുടെ മിക്സും ഒക്കെ നല്ല പോലെ ഒന്ന് റെഡിയായി കിട്ടണം. അതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ സോസ് ഇവിടെ റെഡി ആവും. അങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. ചിക്കന് ജസ്റ്റ് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഒന്ന് ജസ്റ്റ് പീസസ് ആക്കിയിട്ട് നമുക്ക് ഈ സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സോസിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സോസ് ഉണ്ടാക്കി അത് പാൻ തന്നെ യൂസ് ചെയ്യാം. ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ മിക്സ് ആയപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമ്മളുടെ മിക്സ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഒപ്പം തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയർ എന്നാൽ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ബ്രെഡ് ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഉള്ളിൽ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് അതേപോലെ തന്നെ മൈദയിലും ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ ഫൈനലായിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓരോ വീലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
റെസിപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആൽഫ്രെഡോ ചിക്കൻ വീലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. സോ താങ്ക് യു.